نتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ തിരുപാദമേറ്റ മൺതരിയാവാം കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യനാ കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യനാ കാണാൻ കൊതിയേറെ ആശയേറും നുണ്ടേറെ കാണാൻ കൊതിയേറെ ആശയേറും നുണ്ടേറെ ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേകും മദീന ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന. ഏറ്റവും ബഹുമാനപ്പെട്ട വേദിയിൽ ഭവിഷ്യരായ പണ്ഡിത മഹത്തുക്കളെ, ഉസ്താദുമാരെ, മറ്റു ഉലമാക്കളെ, ഉമറാക്കളെ, അതുപോലെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ,
എന്നെ ഈ വേദിയിലേക്ക് എത്തിച്ച ബഹുമാനപ്പെട്ട അബൂബക്കർ യമാനി, അല്ലാഹു സുബ്ഹാനഹു തആല ഉസ്താദിന് ആയുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വലിയൊരു ആമുഖ പ്രഭാഷണത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല. വിളക്കോട്ട് ശാഖ SKSSF അതിൻ്റെ ആഭിമുഖ്യത്തിൽ മദീന പേശനും അതുപോലെ തന്നെ മജ്ലിസുന്നൂറും അതിനോട് അനുബന്ധിച്ച് നടത്തുന്ന പദപ്രഭാഷണ പരമ്പരയുടെ സമാപന ദിവസമായ ഇന്ന് ഈ വിളക്കോട്ടൂർ നിവാസികളോട്, ഈ പ്രദേശത്തുകാരോട് ഈ സമയം നിങ്ങളുമായി സംവദിക്കാൻ എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞു നൽകിയ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു ആത്മീയമായ ഒരു മജ്ലിസിലാണ് നാം നിലകൊള്ളുന്നത്. ഇവിടെ ദുആവും അതോടൊപ്പം മജ്ലിസുന്നൂറും ഇതെല്ലാം ഇവിടെ നടക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണത്തെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമുക്കറിയാം, ഞാൻ നിങ്ങളും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ, തിന്മകൾ നാം ചെയ്തു പോരുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ ഒരുപാട് കാരുണ്യങ്ങൾ അല്ലാഹു ചൊരിഞ്ഞു നൽകിയിട്ടുണ്ടെങ്കിലും ആ കാരുണ്യങ്ങൾ എന്താണെന്ന്, ആ കാരുണ്യത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ, സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കാതെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നാം കണ്ടുവരുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ എനിക്ക് നൽകിയ വിഷയം ഉമ്മ എന്നുള്ളതാണ്. എങ്കിലും ആ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങാം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ കുട്ടികൾ, ഇന്നത്തെ യുവാക്കൾ, ഇന്നത്തെ യുവതികൾ തൻ്റെ ജീവിതത്തിൽ അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച്, മറ്റുള്ളവരെ അനുഗമിച്ചുകൊണ്ട്, മറ്റുള്ളവരെ റോൾ മോഡലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മുടെ വീടിന്റെ അകത്തളത്തിലുള്ള നമ്മുടെ ഉമ്മ, നമ്മുടെ മാതാവ്, ആ മാതാവാണ് നമ്മെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ അടുക്കിലേക്ക് പൊന്നുമോനെ എന്ന് വിളിച്ചു കൊണ്ടുവരുന്നത്. നമ്മെ 9-10 മാസത്തോളം നമ്മെ ഗർഭം ചുമന്നുകൊണ്ട് നൊന്തുപെറ്റ നമ്മുടെ മാതാവ്, നമ്മുടെ ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മായെന്ന് മറന്നുപോകുന്ന യുവതയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നത്തെ യുവാക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ സന്താനങ്ങൾ നമ്മെ ഇന്ന് വലിച്ചെറിയുന്നൊരു അവസ്ഥ, നമ്മെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി ആക്കുന്ന ഒരു അവസ്ഥ, അത് നമുക്ക് വരാൻ പാടില്ല. നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ കുട്ടികൾ അവരെങ്ങനെ വളരണം, നമ്മുടെ സന്താനങ്ങൾ അവരെങ്ങനെ വളരണം എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അവർക്ക് നല്ലതായ പാഠങ്ങൾ നാം പഠിപ്പിച്ചു കൊടുക്കുക. ഇൽമിയായ ഇസ്ലാമികമായ കഥകൾ, ചരിത്രങ്ങൾ, അതുപോലെ അവരെ മതബോധീകത്തിലേക്ക് കൊണ്ടുപോയി ആക്കിയിട്ട് അവർ കൂടുതൽ ജീവിതത്തിൽ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൽമ്, വിദ്യാഭ്യാസം നാം അവർക്ക് നൽകുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ.
നമ്മുടെ ഉമ്മ നമ്മെ ഏറ്റവും കൂടുതൽ നമ്മെ ലാളിച്ചിട്ടുണ്ടാകാം. നമ്മെ എന്തിനും എന്ത് പ്രശ്നം വന്നാലും എന്തിനും നമ്മുടെ ഉമ്മ പരിഹാരം കണ്ടെത്തുകയുണ്ടായിരുന്നു. നമ്മുടെ ഉമ്മ നാം എന്ത് ആഗ്രഹിക്കുന്നോ, നാം എന്ത് ചോദിക്കുന്നോ, അത് നമ്മുടെ ഉമ്മ തരുകയുണ്ടായിരുന്നു. നമ്മുടെ മാതാവ് ഏറെ നമ്മെ നൊമ്പരപ്പെട്ടുകൊണ്ട് എത്രയോ വേദനകൾ സഹിച്ചുകൊണ്ട് നൊന്തുപറ്റിട്ട് ആ മാതാവിനെ ഇന്ന് വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണ്. നാം ചിന്തിക്കേണ്ട ഒരു അവസ്ഥ, നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ കഴിയുന്ന നമ്മുടെ ഉമ്മ, നമ്മുടെ മാതാവ്, അല്ലാഹു സുബ്ഹാനഹു തആല ആയുസ് നൽകുമാറാകട്ടെ, അല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, അല്ലാഹു ആരോഗ്യം നൽകുമാറാകട്ടെ. ആ ഉമ്മാനെ നാം മറക്കാൻ പാടില്ല. ഇന്ന് വൃദ്ധസദനങ്ങൾ അധികരിച്ചു വരുമ്പോ ഓരോ വൃദ്ധസദനങ്ങളിലേക്ക് നാം ചെന്ന് നോക്കിയാൽ ഓരോ ഉമ്മയുടെയും ഓരോ മാതാവിന്റെയും വിലാപങ്ങളും നൊമ്പരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എന്തേ അവരുടെ ചരിത്രങ്ങള്, അവരെന്തേ അവരുടെ കലകൾ പറയുന്നത്, അവരുടെ മുൻകഴിഞ്ഞ ദിവസങ്ങൾ, ഒരുപാട് നേരങ്ങൾ, ഒരുപാട് സമയങ്ങൾ അവരെന്തേ അവർ ഓർത്തുകൊണ്ട് നൊമ്പരപ്പെട്ടുകൊണ്ട് തന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറയുമ്പോ എന്റെ ചെറുപ്പക്കാരെ നാം കരഞ്ഞു പോകും. കൽബുള്ളവർ കരഞ്ഞു പോകും, ഹൃദയത്തിൽ നന്മയുള്ളവർ കരഞ്ഞു പോകും. എന്തേ ഞാനൊരിക്കൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഒരു മാതാവ് വന്നു. ആ മാതാവ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വയനാട്ടിലേക്കുള്ള ബസ് കയറേണ്ട സമയം വൈകുകയും അങ്ങനെ ഞാൻ ബസ് കാത്തിരിക്കുമ്പോ ആ മാതാവിന്റെ അടുക്കലേക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് മായിട്ട് ഞാൻ ചെല്ലുകയുണ്ടായി. ആ മാതാവിനോട് കാര്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചു. വെറുതെ ഒന്ന് പരിചയപ്പെട്ടതാണ്. പക്ഷേ എൻ്റെ ഉമ്മ ആ മാതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചു വരികയാണ്. ആ മാതാവിൻ്റെ കണ്ണീർ തടങ്ങളിൽ നിന്ന് കണ്ണുനീര് പൊഴിക്കുകയാണ്. എന്തേ ഞാൻ ചോദിച്ചു, അല്ല അമ്മേ, താങ്കൾ ഇത്ര നേരമൊന്നും മിണ്ടിയില്ല. ആദ്യം നിങ്ങളുടെ പേര് ഞാൻ ചോദിച്ചു. അപ്പോഴും നിങ്ങൾ പേര് പറഞ്ഞതാണ്. വീട് ഞാൻ നിങ്ങളോട് ചോദിച്ചു. വീടും നാടും പേരുമെല്ലാം നിങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളുടെ മക്കളെ കുറിച്ച് ചോദിച്ചപ്പോഴും നിങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ സന്താനങ്ങള് ഇന്നെവിടെയാണെന്ന് ചോദിച്ചപ്പോഴ്, നിങ്ങളുടെ കൂടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴ്, പിന്നെ എന്തിനാ അമ്മേ തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെന്തിനാ പൊഴിക്കുന്നത്? ഞാനും എന്റെ സുഹൃത്ത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് അമ്മയോട് ചോദിക്കുമ്പോ, പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ, കൽബുള്ളവരെ മനസ്സിലാക്കണേ, നന്മയുള്ളവരെ മനസ്സിലാക്കണേ. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു മനസ്സിൽ നന്മ നൽകട്ടെ. ആ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മേ, അല്ല മാതാവേ, തന്റെ മക്കൾ എവിടെയാണ്? ആ മാതാവ് പറയുന്നു, പൊന്നുമോനെ, അല്ലയോ കൊച്ചുമോനെ, എൻ്റെ ഒരു മകനെന്ന് അങ്ങ് അമേരിക്കയിലാണ്, ഒരു മകനിന്റെ ജോലിയാണ്, ഒരു മകനെന്ന് എന്നെ വിട്ടു പിരിഞ്ഞുകൊണ്ട് എന്നെ മാറ്റി നിർത്തി ജീവിതത്തിൽ ഇന്നേ വരെ എന്നെ വന്നൊന്ന് കണ്ടിട്ടില്ല, എൻ്റെ ഭർത്താവിനെയും കണ്ടിട്ടില്ല. ഞാൻ എത്രയോ നൊമ്പരങ്ങൾ, വേദനകൾ സഹിച്ചുകൊണ്ട് എത്രയോ വൃത്തികേടുകൾ നീ കാണിച്ചപ്പോഴോ, നീ എത്രയോ നീ മൂത്രിച്ചപ്പോഴും കാട്ടിച്ചപ്പോഴോ അതെല്ലാം മാറ്റിക്കൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഞാൻ, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചവരായിരുന്നു, സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചവരായിരുന്നു. തലയിൽ നിർത്തിയാൽ പേനരിക്കോ, താഴെ നിർത്തിയാൽ ഉറുമ്പരിക്കുമെന്ന് പറഞ്ഞതുപോലെ എത്രയോ ഞാൻ നൊമ്പരത്തോടെ വേവലാതിയോടെ എത്രയോ വേദനകൾ സഹിച്ചുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ പോറ്റി വളർത്തിയതാണ്. പക്ഷേ എൻ്റെ സന്താനങ്ങൾക്ക് എന്നെ വേണ്ട, എൻ്റെ ഭർത്താവിനെ വേണ്ട, ആരും എന്നെയൊന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യുകയില്ല. എല്ലാ ഓണങ്ങളും എല്ലാ ആഘോഷങ്ങളും വരുമ്പോ വീടിന്റെ ഉമ്മറത്ത് നിന്ന് ഞാൻ കാത്തിരിക്കും എൻ്റെ മക്കളെ. ഞാൻ എൻ്റെ വീടിന്റെ ഉമ്മറത്തിന്റെ കോലായില് എൻ്റെ മക്കൾ വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നില്ല. ഒരുപാട് വിലാപത്തോടെ നമ്പരത്തോടെ ഞാൻ കാത്തിരിക്കാറുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മക്കൾ എന്നെ തിരിഞ്ഞു നോക്കിയില്ല, മോനെ, തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. അവര് വലിയ ഉദ്യോഗസ്ഥരായി പോയി. മാസാമാസം ലക്ഷങ്ങൾ അവർക്ക് ലഭിക്കുന്നു. മാസാമാസം ഒരുപാട്
പണം അവർക്ക് ലഭിക്കുന്നുണ്ട്, അവർക്ക് പെണ്ണ് കെട്ടി മക്കളായി സന്താനങ്ങളായി. പക്ഷേ അവർ പെണ്ണ് കെട്ടിയതിന് ശേഷം എന്നെയും എൻ്റെ ഭർത്താവിനെയും നോക്കിയിട്ടില്ല. ഒരു മാതാവിൻ്റെ വിലാപമാണിത്, ഒരു മാതാവിൻ്റെ നൊമ്പരക്കഥയാണിത്. എത്രയോ മാതാപിതാക്കൾ ഈ കേരളക്കരയിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ ചിന്തിക്കേണ്ടത്, ഒരുപാട് മാതാപിതാക്കൾക്ക് പറയാനുണ്ടാകും, ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരിക്കലെങ്കിലും വൃദ്ധസദനങ്ങളിലേക്കൊന്ന് ചെന്ന് നോക്കിയാൽ അവരോടൊന്ന് പരിചയപ്പെടുക, അവരെ ഒന്ന് പരിചരിക്കുക, എന്നിട്ട് അവരോടൊന്ന് ചോദിക്കൂ, നിങ്ങളുടെ കഥ എന്താണ്? നിങ്ങൾ എങ്ങനെ വൃദ്ധസദനങ്ങളിലേക്ക് എത്തി? നിങ്ങൾ ഇവിടം വരെ എത്താൻ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങൾക്കുണ്ടായിരുന്ന എന്ത് ബുദ്ധിമുട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളെ കാക്കട്ടെ, അല്ലാഹു നമ്മുടെ മാതാപിതാക്കളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. നമ്മുടെ മക്കള്, നമ്മുടെ സന്താനങ്ങൾ, അവരെ നാം നേരാവണ്ണം വളർത്തിയാൽ നമുക്കാണ് ഗുണം. നമ്മുടെ സന്താനങ്ങൾ അവർക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുക, ചെറുപ്പത്തിലേ നാം അവരോട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരെ നാം മറ്റൊരു വഴിയിലൂടെ നടത്താൻ പാടില്ല, ചിന്മയിലേക്ക് അവരെ കൊണ്ടുപോകാൻ പാടില്ല, അവരെ ചിന്മയിലായിട്ടവരെ കൊണ്ടുപോകാനോ നാം നയിക്കാനോ പാടില്ല. എന്തേ അവസ്ഥ? ഇന്ന് മാതാവിനോടുള്ള സ്നേഹം കുറയാൻ എന്തേ കാരണം? ഇന്ന് മാതാവ് മക്കളോടുള്ള കാരുണ്യം നാം നിലനിർത്തണം. മാതാവ് മക്കളെ എങ്ങനെ പോറ്റണമെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ സന്താനങ്ങൾ അവരെ നാം വ്യതിചലിച്ചു പോകാൻ പാടില്ല. നമ്മുടെ മക്കള് ചിന്മയിലേക്ക് പോകാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ സന്താനങ്ങള് പള്ളിക്കൂടങ്ങളിലേക്ക് തൊപ്പിയിട്ടുകൊണ്ട് മക്കളെ ഇട്ടുകൊണ്ട് നമ്മുടെ കുട്ടികളെ പള്ളിക്കൂടങ്ങളിലേക്ക് പോകാറില്ലേ? പക്ഷേ നമ്മുടെ മക്കള് പള്ളിക്കൂടങ്ങളിലേക്ക് പോകാറുണ്ട്, ഇൽമ നേടാൻ വേണ്ടിയിട്ട്, മതപരമായ വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട്. പക്ഷേ അവന്റെ വേഷവിധാനം, അവൻ തൊപ്പി ധരിച്ചിട്ടുണ്ട്, ഞെരിയാണിക്ക് മേലെയാണ് പെന്റ്. പക്ഷേ അത് ഉസ്താദിന്റെ കൽപ്പന പ്രകാരമാണ്, പക്ഷേ തന്റെ മാതാവ് പറഞ്ഞിട്ടല്ല. ഇങ്ങനെ നാം മയക്കുന്നു. എന്തേ മറ്റുള്ളവർ പറയുന്നു, എന്തൊരു ചിട്ടയാണ് ആ പൊന്നുമോന്, എന്തൊരു ചിട്ടയാണ് ആ പൊന്നുമോൾക്ക്. അവള് ഇവിടെ മഹാമതിയായിരുന്ന ഖദീജ ബീവി, ആയിഷ ബീവി ഇവിടെ കാണിച്ചു തന്ന ഒരു വേഷവിധാനമില്ലേ? ആ മക്കളെ ഇട്ടുകൊണ്ട് പൊന്നുമക്കള് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റിട്ട് പള്ളിക്കൂടങ്ങളിലേക്ക് പോകുമ്പോ എന്റെ ഉമ്മ എന്തോ ഒരു അനുഭൂതിയാണ്. എന്തേ? അവർ ഇസ്ലാമികമായ ചിട്ടകൾ അനുസരിച്ചുകൊണ്ട് അവർ വളർന്നു, ഇസ്ലാമികമായ രീതികൾ കണ്ടുകൊണ്ടവർ വളർന്നു. പക്ഷേ നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ മക്കളെ നാശത്തിലേക്ക് നയിക്കാൻ പാടില്ല. രാവിലെ അവൻ തൊപ്പിയിട്ടിട്ടുണ്ടായിരിക്കാം, നമ്മുടെ മക്കളെ ഇട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ വീട്ടുകൂടലുകൾ വന്നാല്, അതുപോലെ തന്നെ കല്യാണത്തിന്റെ സദസ്സിലേക്ക് കയറി ചെന്നാല്, ഇന്ന് നമുക്ക് മക്കളെ വേണ്ട, ഇന്ന് സ്റ്റൈലാണ്, യൂറോപ്യൻ സംസ്കാരം ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഉപ്പ, എന്റെ ഉമ്മ, നമ്മുടെ സന്താനങ്ങള്, നമ്മുടെ മക്കള് നാടിന്റെ മക്കളാകണോ, നന്മയുള്ള മക്കളാകണോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്തഫ നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, റീഹുൽ വലദി വറീഹുൽ ജന്ന, റീഹുൽ വലദി വറീഹുൽ ജന്ന. കുട്ടികളില്ലേ, സന്താനങ്ങളില്ലേ, അവരുടെ പരിമളം സ്വർഗത്തിലെ സുഗന്ധമാണെന്ന് മുത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ മക്കളെ നാം നല്ല രീതിയിൽ പോറ്റി വളർത്തുക, അവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നാം പറഞ്ഞു കൊടുക്കുക. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ ഉമ്മയോടും ഉപ്പയോടുമുള്ളൊരു കടപ്പാട്, ആ ഉമ്മയോടും മാതാവിനോടുള്ളൊരു സ്നേഹം അവരുടെ മനസ്സകത്തുണ്ടാവുകയുള്ളൂ.
അവരെന്ന് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് അവർ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നമ്മെ ഓർമ്മ ഉണ്ടാകുമോ അറിയില്ല. അല്ലാഹു നമ്മെ കാക്കട്ടെ, അല്ലാഹു നമ്മെ കാക്കട്ടെ. ഉറക്കെ ആമീൻ പറയണേ. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. മാതാവിൻ്റെ ഉദരത്തിലേക്ക് കുത്തുന്ന, മാതാവിൻ്റെ ഉദരത്തിലേക്ക് കത്തി കയറ്റുന്ന ഒരു കാലഘട്ടം നമ്മളിലേക്ക് അധികരിച്ച് വരുമ്പോൾ നമ്മുടെ ഉമ്മ, നമ്മുടെ മാതാവ്, ആ മാതാവിനെ നമ്മൾ മറക്കാൻ പാടില്ല. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് നൊമ്പരങ്ങൾ നമുക്ക് ചെറുപ്പത്തിലും അതുപോലെ തന്നെ ഇപ്പോഴും വന്നാലും ആ മാതാവിൻ്റെ അടുക്കിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്കിയിട്ട് ആ മാതാവിനോട് ഈ നൊമ്പരങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞാൽ ആ മാതാവ് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അകറ്റിത്തരും. അതാണ് മാതാവ്. സ്നേഹമാണ്, സ്നേഹമാണ് ഉമ്മ, സ്നേഹപ്പൂങ്കാവനമാണ് ഉമ്മ. മാതാവാണ് നമുക്ക് വലുത്. ആ മാതാവിനെ നാം ധിക്കരിക്കാൻ പാടില്ല. ആ മാതാവിനോട് ഒന്ന് തെറ്റായ രീതിയിൽ പോലും സംസാരിക്കാൻ പാടില്ല. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ആഗവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കാണിച്ചു തന്നത് മാതാപിതാക്കളോട് നിങ്ങൾ നന്മയോടുകൂടി അതുപോലെ തന്നെ നല്ല രീതിയിൽ വർത്തിക്കാൻ, സ്നേഹത്തോടെ അതുപോലെ തന്നെ സൗഹൃദത്തോടെ നല്ല രീതിയിൽ നമ്മുടെ മാതാപിതാക്കളെ നാം സ്നേഹിക്കുക. എന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ ചെറുപ്പ കാലഘട്ടത്ത് ഇത്ര വെറുപ്പും അറുപ്പും സഹിച്ച ഉമ്മ ഇന്ന് നാം ഒന്ന് കാട്ടിച്ചാൽ, ഇന്ന് മൂത്രിച്ചാൽ നമുക്ക് കാട്ടിച്ചാലും നാം മൂത്രിച്ചാലോ നമ്മുടെ ഉമ്മ അത് പൊക്കിക്കളയും. ഉമ്മാക്ക് മടിയില്ല, ഉമ്മാക്ക് വെറുപ്പില്ല, ഉമ്മാക്ക് അറുപ്പില്ല. പക്ഷേ ഉമ്മാക്കൊരു രോഗം വന്നുകൊണ്ട് കിടപ്പറയിൽ കടന്നിറങ്ങുമ്പോ, കിടപ്പറയിൽ കിടക്കുമ്പോ രോഗം മൂലം അറിയാതെന്ന് ഉമ്മ കട്ടിച്ചാൽ, അറിയാതെ ഉമ്മയൊന്ന് മൂത്രിച്ചാൽ, പൊന്നുമോനെ മനസ്സിലാക്കണേ, പൊന്നുമോനെ പൊന്നുമോനെ മനസ്സിലാക്കണേ. ഉമ്മ ഒന്ന് കട്ടിച്ചാൽ നമുക്ക് വെറുപ്പാട്, ഉമ്മ ഒന്ന് മൂത്രിച്ചാൽ നമുക്ക് വെറുപ്പാട്. ഉമ്മായെ ഇനി നമുക്ക് വേണ്ട. വീടിന്റെ അകത്തളത്തില് ഉമ്മാനെ എനിക്ക് വേണ്ട, ഉമ്മാനെ എനിക്ക് വേണ്ട. ഇന്നലെയോ അതല്ലെങ്കിൽ മിഞ്ഞാന്നോ കടന്നു വന്ന, ഇന്നോ കടന്നു വന്ന ഒരു ഭാര്യയുടെ വർത്തമാനം കേട്ടിട്ട് പൊന്നുമോനെ ഇത്രയും കാലം, ഇത്രയും വർഷത്തോളം നിന്നെ പോറ്റി വളർത്തിയ ഉമ്മാനെ മറക്കല്ലേ എന്റെ പൊന്നേ, ഉമ്മാനെ മറക്കല്ല മോനെ. ഒരുപാട് 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 ബുക്ക് വായിക്കുന്നവനാണ്, ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ നോക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ആയുസ് നൽകുമാറാകട്ടെ. ഈ വിനീതനെങ്ങനെ ഇടക്ക് ഞാനൊരു ലൈബ്രറിയിൽ ചെന്നു. അങ്ങനെ ലൈബ്രറിയിൽ ചെന്നിട്ട് ഒരു പുസ്തകം എടുത്തു. പുസ്തകത്തിലൂടെ എനിക്കൊന്ന് വായിക്കാൻ കഴിഞ്ഞു. അത് വല്ലാതെ എന്നെ നൊമ്പരപ്പെടുത്തിയ, എന്നെ വേദനിപ്പിച്ച ഒരു ചരിത്രമാണ്, ഒരു കഥയാണ്. പൊന്നേ നിങ്ങൾക്കറിയണോ, ഉമ്മ നിങ്ങൾക്കറിയണോ, തബസ്സല ബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ ബിഅഹ്ലിൽ ബദീരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്തേ കഥയുടെ തുടക്കം എന്താണെന്നറിയോ? ഇത്രയും കാലം ആ പൊന്നുമോനെ പോറ്റുപുലർത്തിയ ഉമ്മ, താരാട്ടുപാടി ഉറക്കിയ ഉമ്മ, രാത്രിയില് 12 മണിയും 1 മണിയും 2 മണിയും 3 മണിയുമായിട്ടോ എന്റെ ഉമ്മ ഒരു കൺപോള പോലും അടച്ചിട്ടില്ല. എന്റെ പൊന്നുമോന് സുഖമില്ല, എന്റെ പൊന്നുമോന് വല്ലാതെ രോഗമാണ്. ആ പൊന്നുമോന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പകരോളോ ഒരു കൺപോള പോലും അടയ്ക്കാത്ത
നമ്മുടെ മാതാവാണ്, നമ്മുടെ ഉമ്മ. ഈ കഥയിലെ ഈ ചെറുപ്പക്കാരന്റെ ഉമ്മയും ഇതുപോലെ ആയിരുന്നു. എത്രയോ വേദനകൾ സഹിച്ചതായിരുന്നു. എന്നാൽ ആ ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുടി കടന്നു വന്നപ്പോ, ഒരു യുവതി കടന്നു വന്നപ്പോ, തന്റെ ഭാര്യയായിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ, എന്റെ ഉപ്പ നിങ്ങൾ കേൾക്കണേ, നിങ്ങൾ കേൾക്കണേ എന്റെ ഉമ്മ. ആ പെണ്ണ് പറയുന്നു, ഭർത്താവേ ഉമ്മാനെ എനിക്ക് വേണ്ട, ഉമ്മാനെ എനിക്ക് വേണ്ട. ഉമ്മ കിടപ്പിലാണ്, ഉമ്മ കഴട്ടിക്കുന്നു, മൂത്രിക്കുന്നു, ഇവിടെ പറ്റില്ല. അറുപ്പാണ്, എനിക്ക് വല്ലാത്ത സ്മെല്ലാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മ, നിങ്ങളുടെ ഉമ്മാനെ ഇവിടെ നിർത്താൻ പറ്റില്ല. വല്ല വൃദ്ധസദനങ്ങളിലേക്കോ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിക്കോ എന്ന് ഇന്നോ വലിഞ്ഞു കയറി വന്ന ഒരു ഭാര്യ വിടുന്ന് പറയുമ്പോ, എന്തിനാ ഭാര്യയുടെ താളത്തിനൊത്ത് നാം എന്തിനാ തുള്ളുന്നത്? നമ്മുടെ മാതാവിനെ നാമത് ആ ചെറുപ്പക്കാരനത് മാതാവിനെ എടുക്കുകയാണ്, തോളത്തിരുത്തുകയാണ്, തോളത്ത് കിടത്തുകയാണ്, എന്നിട്ട് കൊണ്ടുപോകുന്നു. എങ്ങോട്ടാന്നറിയില്ല. ഉമ്മ ഒരക്ഷരം മിണ്ടിയില്ല. മോനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് ആ ചെറുപ്പക്കാരനോട്, തന്റെ മോനോട് തന്റെ മാതാവ് ചോദിച്ചിട്ടില്ല. അങ്ങനെ പാതകൾ താണ്ടിയിട്ട്, വഴിയോരങ്ങൾ താണ്ടിയിട്ട് തന്റെ മാതാവിനെ കൊണ്ടുപോകുന്നു. എങ്ങോട്ടാന്നറിയില്ല. എവിടേക്കോ കൊണ്ടുപോയിട്ട്, ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വനത്തിലേക്ക് ഇടുകയാണ്. വല്ല വന്യമൃഗങ്ങളും ഉണ്ടായേക്കാം, വന്യജീവികളും ഉണ്ടായേക്കാം. പക്ഷേ തന്റെ മകന് ഒരു കുഴപ്പവുമില്ല. തന്റെ മകന് ഒരു കുഴപ്പവുമില്ല. അവൻ ഓർക്കുന്നില്ലേ, ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പോറ്റിയ ഉമ്മാനെ അവൻ ഓർക്കുന്നില്ല. ഈ സ്നേഹിച്ച ഉമ്മാനെ അവൻ ഓർക്കുന്നില്ല. ആ വനാന്തരങ്ങളിലേക്ക് പൊന്നുമാതാവിനെ അവിടുന്ന് ഇട്ടു. മാതാവിനെ അവിടെ കിടത്തി. അങ്ങനെ ആ ചെറുപ്പക്കാരൻ വഴിയോരങ്ങളിലൂടെ നടന്നു പോവുകയാണ്. വഴിയോരങ്ങളിലൂടെ നടന്നു. അങ്ങനെ നടന്ന് തിരിച്ച് ഉമ്മയുടെ മുന്നിൽ തന്നെ ഒന്നു ചേരുന്നു. പിന്നെയും ഈ ചെറുപ്പക്കാരനിതാ, ഈ സഹോദരനിതാ, പിന്നെയോ ആ പാതയിലൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയി. പിന്നെയും അതാ ഉമ്മയുടെ മുന്നിലാണ്. പിന്നെയും പോയി, പിന്നെയും ഉമ്മയുടെ മുന്നിലാണ്. എന്നിട്ട് ഉമ്മ വിളിച്ചു, മോനെ, എന്റെ മോനെ, എന്റെ പൊന്നു മോനെ, ഞാനില്ലേ, നീ എടുത്തപ്പോഴ് ഞാൻ വൃക്ഷങ്ങളിലെ ഇലകൾ എടുത്തുകൊണ്ട് ഞാൻ എടുത്തിട്ട് അത് പിച്ച് ചീന്തിയിട്ട് വഴിയോരങ്ങളിലൂടെ ഇട്ടിരുന്നു. അതുകൊണ്ട് ഇല നോക്കിയിട്ട് നിനക്ക് വീട്ടിലേക്ക് പോകാം, നിനക്ക് നിന്റെ വീടിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെല്ലാമെന്ന് ആ പൊന്നുമോനോട് പൊന്നുമാതാവ് പറയുമ്പോ നാം മനസ്സിലാക്കേണ്ടത്, എത്ര വെറുത്താലും, എത്ര ചീത്ത പറഞ്ഞാലും, എത്ര നാം ബുദ്ധിമുട്ടിച്ചാലും ആ ഉമ്മയുടെ മനസ്സകത്ത് ഇന്നും സ്നേഹമാണ്, ഇന്നും സ്നേഹമാണ്. ആ ഉമ്മാക്ക് വെറുപ്പില്ല മോനെ, ആ ഉമ്മാക്ക് ദേഷ്യമില്ല മോനെ, ആ ഉമ്മാക്ക് നിന്നോടുള്ള ഒന്നുമില്ല, നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ, നിന്നോട് ഇഷ്ക് മാത്രമേ ഉള്ളൂ. മാതാവ് പൊന്നുമോനെ വിളിച്ചു പറഞ്ഞു, ആ വഴിയോരങ്ങളിലൂടെ നടന്നു ചെന്നാൽ മതി, എന്നാൽ നിനക്ക് കാണാൻ സാധിക്കും, നിന്റെ വീട്ടിലേക്ക് ചെന്നു ചേരാം. എന്നിട്ട് ആ മാതാവിനെ അവൻ എടുക്കുകയാണ്, തോളത്തിരുത്തുകയാണ്. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാതാവ് എത്ര നമ്മൾ ബുദ്ധിമുട്ടിച്ചാലും ആ ഉമ്മ നമ്മോട് സ്നേഹം കാണിക്കുന്നു, ആ ഉമ്മ നമ്മോട് സഹതാപം കാണിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുണ്ട്, ഉമ്മയുടെ കാലിനടിയിലാ സ്വർഗമെന്ന്. ഉമ്മാനെ നമ്മള് വെറുപ്പിക്കാൻ പാടില്ല, ആ ഉമ്മാനെ നമ്മള് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്തേ പറഞ്ഞത്?
അതായത് മാതാവിനെ ബുദ്ധിമുട്ടിക്കൽ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. മാതാവിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട. മാതാവിനോട് നമ്മൾ കോപത്തോടുകൂടി നാം നോക്കണ്ട, പറയണ്ട. മാതാവ് എന്ത് കൽപ്പിക്കുന്നു അത് നാം ചെയ്യുക. ചെറിയ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടല്ലോ, ചെറിയ മക്കളുണ്ടല്ലോ ഇവിടെ. എന്നാൽ അവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാതാവ്, നമ്മുടെ ഉമ്മ എന്താണോ പറയുന്നത് അതിന് അപ്പുറം നാം ഒന്നും പ്രവർത്തിക്കല്ലേ. ഉമ്മ എന്ത് പറയുന്നോ അത് നാം ചെയ്യുക. തെറ്റായ കാര്യങ്ങളിലേക്കല്ലാണ്ട് നല്ല കാര്യങ്ങൾ ഉമ്മ എന്ത് പറയുന്നു. ഇപ്പോൾ ഉമ്മ ഉദാഹരണമായിട്ടൊന്നു പീടികയിലേക്കോ അല്ലെങ്കിൽ ഒന്ന് ടൗണിലേക്കോ എന്തെങ്കിലും സാധനം വാങ്ങാനോ അല്ലെങ്കിൽ എന്ത് ആവശ്യമായാലും എന്തിനെങ്കിലും നമ്മെ വിട്ടാൽ നാം അത് ചെന്നുകൊണ്ട് നാം അത് വാങ്ങിക്കൊടുക്കുക. ഉമ്മ എന്ത് പറയുന്നു അത് നാം നിറവേറ്റുക. ഉമ്മ തിന്മ കൽപ്പിക്കുകയാണെങ്കിൽ നാം നിറവേറ്റേണ്ടതില്ല. ഉമ്മ എന്ത് പറയുന്നോ അത് നാം ചെയ്യുക. നന്മ കൽപ്പിക്കുകയാണെങ്കിലും അത് നാം ചെയ്യുക. ആ ഉമ്മാനെ നമ്മൾ ഉറപ്പിക്കാനോ ഉമ്മയുടെ മനസ്സിൽ ഒരു കറ ഒരു കുത്താൻ പാടില്ല. ഒരു തിന്മ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കോപം ആ ഉമ്മയുടെ മനസ്സിൽ വരാൻ പാടില്ല. ആ ഉമ്മാക്ക് ഇടങ്ങാറുണ്ടാക്കാൻ പാടില്ല. ആ ഉമ്മാക്ക് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഉമ്മയുടെ മനസ്സ്, ആ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് കുടുങ്ങിയാൽ നമ്മളെ പറ്റിയിട്ട് ഒരു ചിന്ത ആ ഉമ്മയുടെ മനസ്സിൽ വരികയാണ്. ഉദാഹരണമായിട്ട് ഉമ്മ പറയുന്നത്, എന്താ അവൻ്റെ അവസ്ഥ, ഞാൻ ഇത്രയും വലുതാക്കിയതല്ലേ, പക്ഷെ ഇവനെന്ന് നീങ്ങുന്നതോ ഇവനെന്ന് ചെയ്യുന്നതോ എന്താണ് പടച്ചോനെ നന്നാക്കണേന്നേ ഉമ്മ പറയൂ. ഉമ്മ നന്നാക്കണ്ടെന്ന് പടച്ചോനോട് പ്രാർത്ഥിക്കൂല. നമ്മുടെ മക്കൾ, നമ്മുടെ സന്താനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഉമ്മ അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എൻ്റെ പ്രിയമുള്ളവരെ, ആ ഉമ്മയുടെ മനസ്സകത്ത് ഒരു കോപം ഉണ്ടായാൽ, നിന്നോട് ഒരു വെറുപ്പുണ്ടായാൽ, പിന്നെ ഉമ്മാക്ക് വല്ലാതെ വിഷമമായ, ഉമ്മാക്ക് വല്ലാതെ നൊമ്പരപ്പെട്ട, ഈ ലോകത്തെ പടച്ച, ഈ പ്രപഞ്ചത്തെ പടച്ച രാജാതിരാജനായ അല്ലാഹുവിനോട് കരങ്ങൾ നീട്ടിയിട്ട് ആ ഉമ്മ ഒന്ന് പറഞ്ഞാൽ മതിയടാ, നിന്റെ ജീവിതം തകർന്നോ. നീ വലിയ സമ്പന്നനായിട്ടും കാര്യമില്ല, നീ വലിയ മുതലാളിയായിട്ടും കാര്യമില്ല, നീ വലിയ ആളായിട്ടും കാര്യമില്ല. ആ ഉമ്മയുടെ മനസ്സില് നിന്നോടുള്ള ഒരു വെറുപ്പ് കുടുങ്ങിയാൽ, പിന്നെ ഉമ്മയൊന്ന് പ്രാർത്ഥിച്ചാൽ നിനക്ക് രക്ഷയില്ല മുഅ്മിനേ, രക്ഷയില്ല. അതുകൊണ്ട് ഉമ്മയോട് നാം സ്നേഹിക്കുക. ഉമ്മ പറഞ്ഞത് നാം കേൾക്കുക. ഉമ്മയോടുള്ള സ്നേഹം നാം നിലനിർത്തുക. വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി ആക്കല്ലേ, വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി ആക്കല്ലേ. നമ്മുടെ ഉമ്മ, നമ്മുടെ മാതാവ്, ആ മാതാവിനോട് നാം ഒരുപാട് കടപ്പാടുകൾ ചെയ്യാറുണ്ട്. ആ മാതാവിനെ നാം ഒന്നുപോലും ഒരു ദേഷ്യപ്പെടുത്താൻ നാം പാടില്ല. മാതാവിനെ ഒന്ന് നാം പരിചരിക്കുക, വേണ്ടത് നാം കൊടുക്കുക. വേണ്ട, ഇനി സുഖമില്ലെങ്കിലും രോഗശൈലിയായിട്ട് മാതാവ് കിടക്കുകയാണെങ്കിലും ഒന്ന് ചെല്ലുക. എന്നിട്ട് മാതാവിനെ സന്തോഷപ്പെടുത്തുക. മാതാവിനോട് നല്ല നല്ല വർത്തമാനങ്ങൾ പറയുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ നോക്കൂ, ഇന്ന് മാതാവിനെ ഇന്ന് വലിച്ചെറിയുന്ന അവസ്ഥ, മാതാവിൻ്റെ ഉദരത്തിലേക്ക് കത്തികയറ്റുന്ന അവസ്ഥ. എന്തിൻ്റെ മുഅ്മിനീങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ഇന്നത്തെ യുവാക്കൾക്ക്, ഇന്നത്തെ യുവതികൾക്ക് എന്ത് പറ്റിപ്പോയി? എന്തോ അവരുടെ തെരയിലേക്ക് അവർക്ക് ബോധമില്ലാതെ, അവർക്ക് തീരെ ബുദ്ധിയില്ലാതെ അവർ നീങ്ങുകയാണ്. അല്ലാഹു ബോധം നൽകട്ടെ, അല്ലാഹു ബോധം നൽകുമാറാകട്ടെ, അല്ലാഹു ബോധം നൽകുമാറാകട്ടെ. എന്നാൽ ഇന്ന് മാതാവിനെ വലിച്ചെറിയുമ്പോൾ, മാതാവിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കുമ്പോൾ ഒരുപാട് പത്രമാധ്യമങ്ങൾ നമ്മെ വരയിട്ടുകൊണ്ട് പലതും നമ്മെ കാണിച്ചു തന്നതാണ്. നാം ഒരുപാട് പത്രമാധ്യമങ്ങൾ വായിച്ചവരാണ്. ഇന്ന് പട്ടിക്കൂട്ടിൽ വരെ മാതാവിനെ ആക്കുന്ന, പശുക്കളെ പോറ്റുന്ന ആലയിൽ മാതാവിനെ കൊണ്ടുപോയി ആക്കുക, മാതാവിനെ അവിടെ വെക്കുക. എന്തൊരു അവസ്ഥയാണ്! മാതാവിനെ നാം, അത് വലുതാണ്. മാതാവിനെ നാം എങ്ങനെ ബുദ്ധിമുട്ടിച്ചാലും മുഅ്മിനീങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്യുന്നോ, എന്ത് അമൽ ചെയ്യുന്നോ, ആ അമൽ അല്ലാഹു സ്വീകരിക്കൂല. ഇനി വലിയ നിസ്കാരക്കാരനായിക്കോട്ടെ,
വലിയ നോമ്പ് നോക്കുന്നവനായിക്കോട്ടെ, ആരുമാകട്ടെ, പക്ഷേ നീ മാതാവിനെ ബുദ്ധിമുട്ടിച്ചോ, മാതാവിൻ്റെ മനസ്സിൽ നിന്നെ പറ്റിയിട്ടൊരു വെറുപ്പുണ്ടായോ എന്നാ പിന്നെ നിനക്ക് രക്ഷയില്ല. നീ എത്ര അമൽ ചെയ്തിട്ടും കാര്യമില്ല, നീ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, നീ എത്ര വ്രതമനുഷ്ഠിച്ചിട്ടും കാര്യമില്ല, നീ വലിയ സമ്പത്ത് മുടക്കിയിട്ട് പണമെടുത്തിട്ട്, നീ വലിയ പണമെടുത്തുകൊണ്ട് നീ ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, നീ എത്ര ഉംറ ചെയ്തിട്ടും കാര്യമില്ല, നീ എത്ര വലിയവനായിട്ടും കാര്യമില്ല. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ മേലെ അല്ലാഹുവിന്റെ മാർഗത്തില് യുദ്ധം ചെയ്താൽ പോലും നിനക്ക് അതിന്റെ കൂലി പോലും ലഭിക്കുകയില്ല. മാതാവിനെ ബുദ്ധിമുട്ടിച്ചാൽ ഇതൊന്നും അല്ലാഹു സ്വീകരിക്കൂല. എത്ര രാപ്പകലോളം നീ കരഞ്ഞു റബ്ബിനോട് കരഞ്ഞു നീട്ടിയാൽ ആ മാതാവിനെ നീ വെറുപ്പിച്ചോ, നിനക്ക് രക്ഷയില്ല, നിനക്ക് രക്ഷയില്ല. എന്റെ മനുഷ്യ മനസ്സിലാക്കണേ. ഞാൻ എൻ്റെ ചെറുപ്പകാലഘട്ടത്തെ ഞാൻ എൻ്റെ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഈ വിളക്കോട്ടൂർ നിവാസികളുമായി ഞാൻ പങ്കുവെക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ ചെറുപ്പകാലഘട്ടത്ത് സ്കൂളുകളിൽ, ഞാൻ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പഠനം തുടരുകയാണ്. പക്ഷേ 2-3 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് ഒരുപാട് വേവലാതികളും ഒരുപാട് നൊമ്പരങ്ങളും എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. ഒരുപാട് ആളുകൾ എന്നെ, എൻ്റെ കൂട്ടുകാർ, അതുപോലെ തന്നെ ഒരുപാട് സ്നേഹിതന്മാർ എന്നെ കളിയാക്കുകയും എന്നെ പരിഹസിക്കുകയും ചെയ്തു. ഞാൻ വല്ലാതെ നൊമ്പരപ്പെട്ടുകൊണ്ട് വേദനയോടെ ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തളത്തിലേക്ക് കടന്നു ചെന്നു. പക്ഷേ ഉമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ മോനെവിടെ, വിദ്യാലയം വിട്ടിട്ട് വന്നോ എന്ന് നോക്കിയിരിക്കുകയാണ്. ഞാൻ ഉമ്മയുടെ അടുക്കൽ ചെന്നു. ഉമ്മ ചോദിച്ചെന്തെങ്കിലും വിഷമമുണ്ടോ, നിന്റെ മുഖത്ത് ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഉമ്മയോട് എൻ്റെ വിഷമങ്ങൾ പങ്കുവച്ചപ്പോ ഏറെ വേദനയോടെ, ഏറെ വിഷമത്തോടെ എൻ്റെ ഉമ്മയോട് നൊമ്പരത്തോടെ പറഞ്ഞപ്പോ ഇതേവരെ എൻ്റെ മനസ്സിൽ ഇന്നേവരെ സമാധാനപ്പെടുത്തിയിട്ടില്ല ആരോ. പക്ഷേ എൻ്റെ ഉമ്മ എന്നെ അതിനേക്കാൾ ഒരുപാട് സമാധാനം നൽകി. എൻ്റെ ഉമ്മ എനിക്ക് ഒരുപാട് പരിഹാരങ്ങൾ പറഞ്ഞു തന്നു, ഒരുപാട് സന്തോഷ വാക്കുകൾ എനിക്ക് പറഞ്ഞു തന്നു, ആനന്ദ വാക്കുകൾ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷേ എൻ്റെ മനസ്സില് അന്നുണ്ടായിരുന്ന വിഷമങ്ങൾ പോയി കഴിഞ്ഞു, അന്നുണ്ടായിരുന്ന നൊമ്പരങ്ങൾ വിട്ടുകഴിഞ്ഞു, അന്നുണ്ടായിരുന്ന വിഷമങ്ങളെല്ലാം പോയി കഴിഞ്ഞു. അത് ഉമ്മയുടെ സാന്ത്വനമാണ്, അത് ഉമ്മയുടെ സ്നേഹമാണ്, അതുപോലെ നമ്മെ പോറ്റി വളർത്തിയവരാണ് ഉമ്മ. എന്ത് ചെയ്താലും നാം മുൻകഴിഞ്ഞ ദിവസങ്ങൾ, മുൻകഴിഞ്ഞ കാലങ്ങളിൽ നാം എന്ത് ചെയ്താലും, എന്ത് ഉമ്മയോട് എന്തെങ്കിലും ഒരു വാക്കാൽ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആ ഉമ്മയോട് ഇന്ന് തന്നെ ചെല്ലുക, വീടിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെല്ലുക, എന്നിട്ട് മാതാവിനെ വിളിക്കുക, എന്നിട്ട് മാതാവിനെ അടുത്ത് വിളിച്ചിട്ട് ഉമ്മയുടെ കൈ പിടിച്ചിട്ട് ചോദിക്കുക, എൻ്റെ ഉമ്മ, ജീവിതത്തില് ഞാനുമായിട്ട് വല്ലതോ ഉമ്മയുടെ മനസ്സില് ഞാൻ എന്തെങ്കിലും ചെയ്തതായിട്ട് വല്ല വിഷമവുമുണ്ടോ? ഉമ്മയോടൊന്ന് വീട്ടിലേക്ക് ചെന്നിട്ടൊന്ന് ചോദിക്കുക, എന്നിട്ട് ഉമ്മയോട് ചോദിക്കുക. അപ്പൊ ഉമ്മ പറയുമില്ല മോനെ എന്ന് പറഞ്ഞിട്ട് ഉമ്മയോട് പൊരുത്തം വാങ്ങുക. ഖബറിൽ പോലും നിനക്ക് ശിക്ഷയുണ്ടാകും മുഅ്മിനേ, നീയില്ലേ സ്വർഗത്തിന്റെ പരിമളം അവിടുന്ന് വാസലിക്കുകയില്ല. സ്വർഗം നിന്റെ നയനങ്ങൾ കൊണ്ട് കാണാൻ പോലും നിനക്ക് സാധിക്കുകയില്ല.
അല്ലാഹു അവരുടെ ഖബറ് വിശാലമാക്കട്ടെ, അല്ലാഹു വിശാലമാക്കട്ടെ. എന്നാൽ ഖബറിന്റെ അടുക്കലേക്കൊന്ന് ചെന്നിട്ട് സമാധാനത്തോടെ വിഷമത്തോടെ നമ്പരത്തോടെ ആ ഉമ്മയോടൊന്ന് പറയുക, ഉമ്മ താങ്കൾക്ക് എന്നിൽ നിന്നും വല്ല വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ ഉമ്മ, പുറത്തു തരണേ ഉമ്മ എന്ന് മാതാവിനോട് പറയണേ. അതല്ലാതെ മാതാവിനെ ഇന്ന് പീഡിക കൊലായിൽ കൊണ്ടുപോയി ആക്കല്ലേ. ചുംബനം നൽകുന്ന ഉമ്മ, മുത്തം നൽകുന്ന ഉമ്മ, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ വന്നാൽ വേദനകൾ വന്നാൽ എന്റെ കണ്ണുനീര് കാണാൻ, നിങ്ങളുടെ കണ്ണുനീര് കാണാൻ ഏറെ ഏറെ നമുക്ക് സന്തോഷങ്ങൾ പകർന്നു നൽകിയ ആ ഉമ്മ ഈ അടുത്ത് ഞാൻ എന്റെ വീടിന്റെ അകത്തളത്തിൽ നിന്ന് ഞാൻ എന്റെ അറബി കോളേജിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ എന്റെ ഉമ്മ എന്നോട് ചോദിച്ചൊരു വാക്കുണ്ട്, എന്റെ ഉമ്മ എന്നോട് ചോദിച്ചൊരു വർത്തമാനമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഉമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, പൊന്നുമോനെ എനിക്കൊരു ചുംബനം നൽകുമോ, എനിക്കൊരു മുത്തം നൽകുമോ എന്ന് എന്റെ ഉമ്മ എന്നോട് ചോദിച്ചിരുന്നു. എങ്ങനെയാ എന്റെ മനസ്സിൽ വല്ലാത്ത വെപ്രാളമാണ്, എന്റെ മനസ്സിൽ വല്ലാത്ത നൊമ്പരമാണ്. അത് കൊടുക്കാൻ കഴിയാത്തതിന്റെ നൊമ്പരമല്ല. ആ ഉമ്മ സ്നേഹത്തോടെ ഒരു മുത്തം ചോദിക്കുമ്പോ, ഒരു ഉമ്മ ചോദിക്കുമ്പോ, ഒരു ചുംബനം ചോദിക്കുമ്പോ എന്റെ ഹൃദയങ്ങളിലെ, എന്റെ ഹൃദയാന്തരങ്ങളിലെ സന്തോഷത്തിന്റെ ആനന്ദ വല്ലരികൾ പൂത്തു ഉലയുകയാണ്, പൂവിടുകയാണ്. എന്റെ ഉമ്മയെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ടൊരു ചുംബനം ഞാൻ കൊടുത്തു. എന്റെ പൊന്നെ ഉമ്മായ മറക്കല്ലേ, വാപ്പായെ മറക്കല്ലേ. ഞാൻ എന്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഒരു സഹാബി വന്നിട്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെടേണ്ടത് ആരോടാണ്? മുത്തു റസൂലുള്ളാഹി പറയുന്നു, നിന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയാണ്. സഹാബ ചോദിച്ചു, പിന്നെ ആരാ നബിയേ? എന്റെ ജീവിതത്തിൽ ഞാൻ കടപ്പെടേണ്ടത് ആരോടാ? ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെടേണ്ടത് എന്ന് പുന്നാര നബിയോട് ചോദിച്ചപ്പോൾ പുന്നാര നബി പറഞ്ഞു, അത് ഉമ്മയാ സുഹൃത്തുക്കളെ, അത് ഉമ്മയാ സുഹൃത്തുക്കളെ, അത് മാതാവാണ്. പിന്നെയും ചോദിച്ചു, നബിയേ ഞാൻ ആരോടാ കടപ്പെടേണ്ടത്? ഞാൻ ആരോടാ കടപ്പെടേണ്ടത്? മുത്തു റസൂലുള്ളാഹി മൂന്നാമതായിട്ടും പറഞ്ഞത് നിന്റെ ഉമ്മയാണ്, നിന്റെ മാതാവാ, നിന്റെ മാതാവാ. നാലാമത് സഹാബ ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ആരാമതായിട്ട് ആരോടാ കടപ്പെടേണ്ടത് നബിയേ? ആരോടാ ജീവിതത്തിൽ കടപ്പെടേണ്ടത് നബിയേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നിന്റെ വാപ്പയാണ്, നിന്റെ വാപ്പയാണ്. ഒന്നാം സ്ഥാനം നൽകിയത് ഫസ്റ്റ് ഉമ്മാക്ക് കൊടുത്തു, സെക്കൻഡ് റസൂലുള്ളാഹി കൊടുത്തത്, സെക്കൻഡ് സമ്മാനവും റസൂലുള്ളാഹി കൊടുത്തത് ഉമ്മാക്കാണ്. മൂന്നാം സ്ഥാനവും കൊടുത്തത് അതും ഉമ്മാക്കാണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതെല്ലാം മാതാവിന് നൽകിയിട്ടുണ്ട്. നാലാമത്തെ സ്ഥാനമാണ് അല്ലാഹുവിന്റെ റസൂല് വാപ്പാക്ക് കൊടുത്തത്. അതുകൊണ്ട് വാപ്പാനെ വെറുക്കാൻ പറയുകയില്ല. ജീവിതത്തിൽ ഉമ്മായോടുള്ള കടപ്പാടുകൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടേണ്ടതുണ്ട്. വാപ്പാനോടുള്ള കടപ്പാടുകൾ നാം ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ പ്രൈവരാജ്യത്തിന്റെ പേരില് ജീവിതത്തിൽ നീ നിന്റെ ഉമ്മാനെ വാപ്പായെ തട്ടിയെറിയുമ്പോ മനസ്സിലാക്കണേ സഹോദരി, മനസ്സിലാക്കണേ എന്റെ ഉപ്പ, എന്റെ ഉമ്മ നിന്റെ ജീവിതത്തില് നിന്റെ പഠിപ്പിന് വേണ്ടിയിട്ട്, നിന്റെ വിദ്യാഭ്യാസത്തിന്
സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങ് മുതലാളിമാരുടെ സമ്പന്നന്മാരുടെ വീടിന്റെ അകത്തളത്തിലേക്ക് ചെന്നിട്ട് അവരോട് ഇവിടെ ചോദിക്കുകയുണ്ടായി. അവരോട് കെഞ്ചി കെഞ്ചി പൈസ എവിടുന്ന് ചോദിക്കുമ്പോ പണം എവിടുന്ന് ചോദിക്കുമ്പോ തന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് തലകുനിച്ച വാപ്പാ വീടിന്റെ ഉമ്മറത്ത് ചെറുപ്പകാലഘട്ടത്ത് വീടിന്റെ ഉമ്മറത്ത് നാം നിൽക്കുമ്പോ വാപ്പ വരികയാണ്. നീ പറഞ്ഞതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, നീ ചോദിച്ചതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, നീ ആഗ്രഹിച്ചതല്ല ചിലതൊക്കെ വാപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കോടതിയുടെ വരാന്തകളിൽ വെച്ചുകൊണ്ട് വാപ്പായ തള്ളിപ്പറയുമ്പോ ഉമ്മായ തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറിപ്പറ്റിയിട്ട് പോക്കുന്ന മകളെ, നിനക്ക് വേണ്ടേ നിന്റെ ജീവിതത്തിൽ സാന്ത്വനം നൽകിയ സ്നേഹം കൊണ്ട് താരാട്ട് പാടിയ ഉമ്മ, താരാട്ട് പാടിയ ഉപ്പ, അവരെ നാം മറക്കല്ലേ. അവരെ നാം മറക്കാൻ പാടില്ല. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ, ഒരുപാട് ചരിത്രകാരന്മാർ ഉമ്മയെ സ്നേഹിച്ചിരുന്നു. ഉമ്മയെ പിൻപറ്റിക്കൊണ്ട് ഉമ്മയോടുള്ള സ്നേഹം അവർ മനസ്സിലാക്കിയിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കുവോ, വലിയ ചരിത്രകാരനായിരുന്ന ഖലീൽ ജിബ്രാൻ പോലും തന്റെ ഗ്രന്ഥത്തിലൂടെ മാതാവിനെ കുറിച്ച് പറഞ്ഞതോ ബ്രോക്കൺ വിങ്സ്, ഒടിഞ്ഞ ചിറകുകൾ എന്താ പുസ്തകം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിലമ്മയെ പറ്റിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ്. അമ്മ, മാതാവ്, നമ്മുടെ ഉമ്മ, ആ ഉമ്മയെ നാം മറക്കാൻ പാടില്ല. അല്ലാഹു കാക്കട്ടെ. എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ധാർമ്മികത നഷ്ടപ്പെട്ടു. യുവാക്കളും യുവതികളുടെയും മനസ്സിലിന്ന് ധാർമ്മികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരല്ലേ നമ്മൾ കണ്ടുവരുന്നത്. ആലോചിച്ചു നോക്കൂ. ഇന്ന് വീടിൻ്റെ അകത്തളത്തിലേക്ക് രാത്രിയോളം കടന്നു വരികയാണ്. രാത്രി എത്രയോ 12 മണിയോ 11 മണിയുമായിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ മക്കൾ ഇന്ന് ലഹരി കടിച്ചിട്ട് മദ്യപിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഏറെ മറ്റുള്ളവരുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പരം കൂടെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും അതുപോലെ തന്നെ 5 സ്റ്റാറുകളിലും 3 സ്റ്റാറുകളിലും എല്ലാത്തിലും കയറിയിട്ട് അവൻ നല്ല ഫുഡ് അടിച്ചിട്ടുണ്ടാകും, അവൻ നല്ല ഫാസ്റ്റ് ഫുഡ് അടിച്ചിട്ടുണ്ടാകും, വെറുതൊക്കെ തിന്നിട്ടുണ്ടാകും. ഷവർമ, എന്തുവാണെങ്കിലും അൽഫാം, തന്തൂരി, ബ്രോസ്റ്റഡ്, എന്തെല്ലാം അവൻ കഴിച്ചിട്ടുണ്ടാകും ഫ്രണ്ട്സിൻ്റെ അപ്പുറം. പക്ഷെ ഇവൻ കടന്നു വരുന്നതോ 11 മണിയും 12 മണിയും 1 മണിയൊക്കെ ആകുമ്പോൾ വീടിൻ്റെ അകത്തളത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ആലോചിക്കുന്നില്ല ഉമ്മയെ പറ്റിയിട്ട്. ആ ഉമ്മ അവിടെ നിന്നും കാത്തിരിക്കുകയാണ്, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്, മനസ്സിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. തൻ്റെ മകന് ചോറ് കൊടുക്കാൻ, അതായത് തൻ്റെ മകന് ഭക്ഷണം വിളമ്പാൻ വേണ്ടിയിട്ട് ആ ഉമ്മ കാത്തിരിക്കുമ്പോൾ നമ്മൾ ചെല്ലുന്നു. നമ്മൾ ഏതോ ഒരു അവസ്ഥയിൽ ആ ഉമ്മയെ നാം ഓർത്തില്ല, ആ മാതാവിനെ ഓർത്തില്ല. അതുകൊണ്ട് മാതാവിനോടുള്ള നന്ദി നാം കാണിക്കേണ്ടതുണ്ട്. നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പം നാം നന്മയോടെ വർത്തിച്ചാൽ നമ്മുടെ മാതാവ് നമുക്ക് വേണ്ടി കിട്ടുന്നതായിരിക്കും. കാലം കഴിഞ്ഞാലൊക്കെ നമ്മുടെ മാതാപിതാക്കൾ കരങ്ങൾ നീട്ടിയിട്ട് എൻ്റെ മക്കളെ നന്നാക്കണേ, എൻ്റെ സന്താനങ്ങളെ നന്നാക്കണേ, എൻ്റെ കുട്ടികളെ നന്നാക്കണേ ഇന്ന് ഉമ്മമാർ ദ്വാർക്കാനല്ലേ, എൻ്റെ ഉമ്മമാർ ചെയ്യാറുണ്ടല്ലോ. പക്ഷേ ആ ഉമ്മയോട് എന്ത് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നന്ദി കേട് കാണിച്ചാൽ, ആ ഉമ്മയോട് വേണ്ടാത്ത വല്ലതും പറഞ്ഞാൽ, ആ ഉമ്മാകെ വിഷമിച്ചാൽ പിന്നെ ഉമ്മ നമുക്ക് വേണ്ടി ദ്വാർക്കും. ഉമ്മ നമുക്ക് വേണ്ടിയിട്ട് പടച്ചവനോട് പറയുമോ? 3 ദുആകൾ സ്വീകരിക്കുന്നതാണ്. ആ 3 ദുആകൾക്ക് ഇജാബത്ത് ലഭിക്കുന്നതാണ്. ഒന്നാമതേതാ? ഒന്ന് യാത്രക്കാരൻ്റെ ദുആയാണ്. മറ്റൊന്ന്, അതിൽ 2 കാര്യം ഞാൻ പറഞ്ഞതിനാ. ഒന്ന് യാത്രക്കാരൻ്റെതും പിന്നെ ഒന്ന് മാതാവിൻ്റെ ദുആവാണ്. മാതാവ് എന്ത് പ്രാർത്ഥിച്ചോ അത് അല്ലാഹു സ്വീകരിക്കും. ഉമ്മ എന്ത് പ്രാർത്ഥിച്ചോ കരുളൊരുകിക്കൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് തന്റെ മാതാവ് നിസ്കാരത്തിന് 5 വഖ്ത് നിസ്കരിച്ചിട്ട് നിനക്ക് വേണ്ടിയിട്ട് കരങ്ങൾ ഉയർത്തിയാൽ അത് അല്ലാഹു സ്വീകരിക്കും. തീർച്ചയാണ്, അത് തീർച്ചയാണ്.
പറയുകയാണ്, ഞാനല്ല പറഞ്ഞത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്ത് റസൂലുള്ളാഹ് നമ്മോട് ഓതി കൽപ്പിച്ചവരാണ്, നമ്മോട് പറഞ്ഞതാണ്. അവ എന്ത് പറയുന്നു അതിനേക്ക് വഴിപ്പെടുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കാണിച്ചതും ഇത് തന്നെയാണ്. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തൻ്റെ സ്വപ്നത്തിൽ ഇസ്മായിലിന് തനിക്ക് ഒരുപാട് വർഷത്തോളം കാലം തനിക്ക് കനിഞ്ഞേകിയ സന്താനം, തനിക്ക് കനിഞ്ഞേകി അനുഗ്രഹമായിട്ട് കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ആ കുട്ടി ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് കഴുത്തറുക്കാൻ കൊണ്ടുപോവുകയാണ്. കുഞ്ഞുമോനോട് പറഞ്ഞു, നിന്റെ കഴുത്തറുക്കാൻ പോവുകയാണ്, നിന്റെ കഴുത്തറുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ പൊന്നുമോൻ പറഞ്ഞു, ഉപ്പ അല്ലാഹു പറഞ്ഞതല്ലേ, സിട്ടാമായ തമ്പുരാൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അതങ്ങ് നിർവഹിച്ചു കൊള്ളുക, എന്നെ ഓർത്ത് വിഷമിക്കണ്ട ഉപ്പ, എന്നെ ഓർത്തുകൊണ്ട് വേവലാതിപ്പെടണ്ട ഉപ്പ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാതാപിതാക്കൾ എന്ത് പറയുന്നോ അത് കേൾക്കുക, അവരോട് നല്ല രീതിയിൽ വർത്തിക്കുക. അതുകൊണ്ട് മഹാനായിരുന്ന ജുറൈജ് റളിയല്ലാഹു തആല അൻഹു വലിയ ആരിഫായിരുന്നു, വലിയ മഹാനായിരുന്ന ജുറൈജ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും നിസ്കാരമായിരുന്നു. അങ്ങനെ ഒരു നാട്ടിൽ മഹാനായിരുന്ന ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഒരു തമ്പ് കെട്ടുകയും അതിൽ തൻ്റെ ആരാധനകളിലൂടെ നിസ്കാരങ്ങളിലൂടെ ജീവിതത്തെ നയിക്കുകയായിരുന്നു. അങ്ങനെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് മാതാവ് വന്നു, അദ്ദേഹം നിസ്കരിക്കുകയായിരുന്നു. മാതാവ് വന്നിട്ട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, എന്തേ ജുറൈജ് എന്ന് വിളിച്ചു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു വിളി കേട്ടില്ല, നിസ്കാരത്തിലായിരുന്നു. പിന്നെയും മാതാവ് ചെന്നു, പിന്നെയും തൻ്റെ വീട്ടിൽ നിന്ന് പിന്നെയും തിരിച്ചു ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെയും വിളിച്ചു, പക്ഷെ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു കേട്ടില്ല. മൂന്നാമതും മാതാവ് വന്നുകൊണ്ട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു, മോനെ ജുറൈജ്, ആരാധനയിലാണ്, നിസ്കാരത്തിലാണ് മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അവിടുന്ന് മാതാവ് ദ്വാരക്കുകയാണ്, വേശ്യയെ കണ്ടിട്ടല്ലാതെ എൻ്റെ മകനെ മരിപ്പിക്കല്ല എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വേശ്യ വന്നില്ലേ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനോട് വിളിച്ചു. തൻ്റെ മുന്നില് ഉടുതുണിയില്ലാതെ നഗ്നയായിക്കൊണ്ട് ആടിപ്പാടുകയാണ് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു. പെണ്ണിനെ നോക്കിയില്ല, പെണ്ണിന്റെ നഗ്നമായ ശരീരത്തിലേക്ക് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നോക്കിയില്ല. ആരാധനയാണ്, ദിക്റിലാണ്, തഖ്വയാണ്. കാക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. പ്രിയമുള്ളവര്, പ്രിയപ്പെട്ട SKSSF പ്രവർത്തകർ നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റുമായി കടന്നു വരും. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് അകവടിഞ്ഞുകൊണ്ട് സഹായിക്കുക. റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നാം ചെയ്യുന്ന സ്വതക്ക, നാം ചെയ്യുന്ന സംഭാവന, റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ, നമ്മുടെ സഹോദരന്മാർ, അങ്ങനെ ഒരുപാട് ആളുകൾ റബ്ബ് സുബ്ഹാനഹു തആല അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് സ്വർഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗീയ വിരിപ്പ് അല്ലാഹു സുബ്ഹാനഹു തആല വിരിച്ച് കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നാം ചെയ്യുന്ന സദഖ കൊണ്ട്, അതിൻ്റെ ഫളിൽ കൊണ്ട് റഹ്മാനായ റബ്ബ് അല്ലാഹു ആയുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമുക്ക് ആയുസ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ റഹ്മാനായ റബ്ബ് ഇന്ന് മാരകമായ രോഗങ്ങൾ പിടിപെടുന്ന കാലമാണ്. ക്യാൻസറും ട്യൂമറും അതുപോലെ തന്നെ ഒരുപാട് മാരകമായ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല
ആ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ. അള്ളാഹു ക്യാൻസറിനെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. വല്ല ക്യാൻസറും ഈ സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും വരാനിരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അണു തൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് നാം ചെയ്യുന്ന സംഭാവന മൂലം റഹ്മാനായ റബ്ബ് അതിൻ്റെ ഫളില് കൊണ്ട് റഹ്മാനായ റബ്ബ് ഈ ആത്മീയമായ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബ് അത് മാറ്റിത്തരുമാറാകട്ടെ. ആ അണുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി തരുമാറാകട്ടെ. ക്യാൻസറിനെ തൊട്ട് അല്ലാഹു കാക്കുമാറാകട്ടെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് റബ്ബ് നമ്മെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായിരുന്ന ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് വേശ്യ വരികയും അവിടുന്ന് നഗ്നമായി ആടുകയും അവിടുന്ന് പാടുകയും ചെയ്തു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നോക്കിയില്ല, സ്നാനമാണ് തഖ്വയാണ്. എന്നിട്ടോ അവിടുന്ന് വേശ്യ ചെന്നു. വേശ്യക്ക് ഗർഭമായി. അങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് നാട് മൊത്തം ആ വേശ്യ നടന്നു നീങ്ങിയിട്ട് പറഞ്ഞു. എന്തേ പറഞ്ഞത്? ഈ ജുറൈജാണ് ഈ കുട്ടിയുടെ വാപ്പ, ജുറൈജാണ് ഈ കുട്ടിയുടെ വാപ്പ. അതുകൊണ്ട് നിങ്ങൾ ജുറൈജിനെ എന്തിനാ നിങ്ങൾ നോക്കുന്നത്? ജുറൈജിനെ നിങ്ങൾ എന്തിനാണ് ഇത്ര വലിയ മഹാനായിക്കൊണ്ട് മുന്നോട്ട് നോക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാവരും ചെന്നു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ടോ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഞങ്ങൾ വിചാരിച്ചു നീ വലിയ ആരിഫാണ്, നീ വലിയ ആലിമാണ്, എല്ലാമുണ്ട്, നിന്റെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളെന്നാ ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തമ്പ് അവിടുന്ന് പൊട്ടിച്ചു കളയുകയാണ്. ആ തമ്പ് അവിടുന്ന് തകർക്കുകയാണ്. എന്നിട്ടോ മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, ആ പൊന്നുമോനെ കൊണ്ടുവരാൻ. ആ പൊന്നുമോനെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, മോനെ, കുഞ്ഞിമോനെ, കുഞ്ഞിമോനെ, നിന്റെ വാപ്പയാരാ? നിന്റെ വാപ്പയാരാ? നിന്റെ വാപ്പയാരാ എന്നാ കുഞ്ഞുമോനോട് ചോദിക്കുമ്പോഴാ ആ കുഞ്ഞുമോൻ പറയുന്നു, എന്റെ വാപ്പ ഒരു ആട്ടിടയനാണ്, എന്റെ വാപ്പ ഒരാട്ടിടയനാണെന്ന് കുഞ്ഞുമോനൊന്ന് പറയുകയാണ്. ഈ ചരിത്രത്തില് നാം മനസ്സിലാക്കേണ്ടത്, ഉമ്മ എന്ത് പ്രാർത്ഥിക്കുന്നു, ഉമ്മ എന്ത് ദുആ ചെയ്യുന്നു, അത് ജീവിതത്തിൽ നടക്കുകയും ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു കടത്തട്ടെ, അല്ലാഹു പ്രവേശിപ്പിക്കട്ടെ. ഇന്നലെ ബഹുമാനപ്പെട്ട പ്രഗത്ഭവാഗ്മിയും പ്രഗത്ഭ പ്രഭാഷകനുമായ മുസ്തഫ ഉദവി ഉസ്താദ് വിതരണം ചെയ്ത കവർ ബക്കറ്റിൽ നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ സംഘാടകരിൽ ഏൽപ്പിക്കുകയോ എന്ന് ഇവിടെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് മറന്നുപോകാതെ നിങ്ങൾ ഇന്നലെ കൊണ്ടുപോയ കവറിൽ നിങ്ങൾ നല്ലൊരു തുക നൽകിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല രോഗങ്ങളിൽ നിന്ന് അല്ലാഹു അകറ്റി നിർത്തട്ടെ. എന്ത് ഉദ്ദേശമാണോ വെച്ചിട്ടാണോ ഈ സദസ്സിൽ വന്നിരിക്കുന്നത് എന്നറിയില്ല. അത് റബ്ബിനാണ് അറിയുക, അത് നിങ്ങൾക്കുമാണ് അറിയുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് റബ്ബിനോട് ചോദിച്ചില്ലേ, സിട്ടാവിനോട് ചോദിച്ചില്ലേ, അല്ലാഹുവേ എന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരൻ ആരാ എന്ന് റബ്ബിനോട് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, മൂസാ നിന്റെ മുന്നിലൂടെ പോകുന്ന ഒരാളാ
മൂസാ നബി കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പിന്റെ വിരാമമിടുകയാണ്. ഒരു ചെറുപ്പക്കാരനാ മുന്നിലൂടെ കടന്നു പോവുകയാണ്. ആ ചെറുപ്പക്കാരന്റെ പുറകിലൂടെ മൂസാ നബി അലൈഹിസ്സലാം ചെന്നു. എന്നിട്ടോ അങ്ങനെ നോക്കുമ്പോഴോ ആ ചെറുപ്പക്കാരൻ നല്ല സന്തുഷ്ടമായ നല്ല വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയോ എന്നിട്ട് തന്റെ ഉമ്മയ്ക്ക് കൊടുക്കുകയാണ്. വിഭവങ്ങൾ ഉണ്ടാക്കുന്നു, ഉമ്മയ്ക്ക് കൊടുക്കുന്നു, വാരിക്കൊടുക്കുകയാണ്. എന്നിട്ടോ ആ ഉമ്മ എവിടുന്ന് പ്രാർത്ഥിക്കുന്നു? അല്ലാഹുവേ, സിട്ടാവായ അല്ലാഹ്, റഹ്മാനേ, എന്റെ മകനെ നീ ഇമ്രാന്റെ മകനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് കൂടെ സ്വർഗ്ഗത്തിൽ നീ പ്രവേശിക്കണേ അല്ലാഹ്, പ്രവേശിപ്പിക്കണേ അല്ലാഹ് എന്ന് മാതാവ് പ്രാർത്ഥിക്കുന്നു. മൂസാ നബി വന്നു. എന്നിട്ട് ഇവിടുന്ന് മാതാവിനോട് ചോദിക്കുകയാ. ഇതല്ലേ കാരണം? മാതാവ് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. മാതാവിനോട് ചോദിച്ചു, ഞാൻ ആരാണെന്നറിയുമോ? മാതാവ് പറഞ്ഞു, അറിയില്ല, എനിക്കറിയില്ല. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ആരാണെന്നറിയണോ? ഇബ്രാന്റെ മകനായ മൂസാ നബി അലൈഹിസ്സലാം. അതാ എന്ത് പ്രാർത്ഥിച്ചോ അത് നടക്കുക തന്നെ ചെയ്യും. നന്മക്ക് പ്രാർത്ഥിക്കട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളെ റഹ്മാനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മാതാവിനോട് നല്ല രീതിയിൽ നാം വർത്തിക്കുക. മാതാവിനോട് ചുംബനങ്ങൾ നാം നൽകുക. ആ മാതാവിനെ നാം പരിചരിക്കുക. മരണം വരെ നാം പരിചരിക്കുക. മരിച്ചു കഴിഞ്ഞാൽ മാതാവിന്റെ ഖബറിൽ ചെന്നുകൊണ്ട് ഒന്ന് ദുആ ചെയ്യുക, ഫാത്തിഹ ഓതുക. റബ്ബ് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് നമ്മെ നോക്കിയവരാണ്. അതുകൊണ്ട് അവരുടെ അവസാന നാളുകളിൽ അവർ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ നോക്കണം. നമ്മൾ പ്രയാസപ്പെടുമ്പോൾ, നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ ഒരു കൺപോള പോലും അടച്ചിട്ടില്ല. അവർ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങിയ രാവുകളില്ല. എന്നിട്ടും അവർ നമ്മെ ഇത്രയ്ക്കും അധികം നമ്മെ വളർത്തി വലുതാക്കിയിട്ട് ആ ഉമ്മാനെ നമ്മൾ മറന്നുകൊണ്ട് പോകുക അത് പാടില്ല. ആ ഉമ്മ ഇന്ന് പ്രയാസപ്പെടുമ്പോൾ, ആ ഉമ്മക്ക് ഒരു രോഗം വരുമ്പോൾ നാം ആ രോഗം കൊണ്ട് ആ ഉമ്മയെ പരിചരിക്കുക. ആ ഉമ്മക്ക് വേണ്ടത് നാം നൽകുക. ജോലി ചെയ്താലും നാം തൊഴിൽ ചെയ്താലും അതിൽ നിന്ന് ഒരു വിഹിതം അല്ലെങ്കിൽ ഒരു കുറച്ചെങ്കിലും ചെറിയൊരു പൈസ ആ ഉമ്മയുടെ കയ്യിൽ വെച്ച് കൊടുക്കുക. എന്തൊരു സന്തോഷം ആ ഉമ്മാക്ക്. ആ ഉമ്മയോട് നന്മയുള്ള വാക്കുകൾ പറഞ്ഞാൽ ഉമ്മാക്ക് എന്തൊരു സന്തോഷമാണ്. നമ്മുടെ മാതാവിന് എന്തൊരു സന്തോഷമാണ്. റബ്ബ് സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്നത്തെ യുവാക്കൾ, ഇന്നെൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഉമ്മാനെ നമ്മൾ മറക്കാൻ പാടില്ല. എത്ര വലിയവനാകട്ടെ, എത്ര ഉദ്യോഗസ്ഥനാകട്ടെ, ഇനി നീ ഒരു രാജ്യത്തിൻ്റെ അമരക്കാരനോ പ്രധാനമന്ത്രിയോ എത്ര വലിയ സമ്പന്നനായാലും നീ ഉമ്മാനെ മറക്കാൻ പാടില്ല. ആരെ മറന്നാലും നീ ഉമ്മാനെ മറക്കാൻ പാടില്ല. ഉമ്മയോടുള്ള കടപ്പാട് അത് നാം നിറവേറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഉമ്മയോടുള്ള കടപ്പാട് നാം ഒരുപാട് നിറവേറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഉമ്മയോടുള്ള ഒരു സ്നേഹം, ആ മുഹബ്ബത്ത് നാം ജീവിതത്തിൽ നിലനിർത്തുകയും ഉമ്മയെ നാം പരിചരിക്കുകയും ചെയ്യുക. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ ഉമ്മയോടുള്ള നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് സഹനത്തോടെ അതുപോലെ തന്നെ സന്തോഷത്തോടെ ഉമ്മയെ നാം സമാധാനിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മാതാപിതാക്കളെ ചിലപ്പോൾ നമ്മൾ വാക്കാലോ പ്രവർത്തിയാലോ നമ്മുടെ ഉമ്മാക്ക് വല്ല വിഷമം വരാൻ സാധ്യതകൾ ഇല്ലെങ്കിലും, എന്നാലും വല്ല വിഷമവും വന്നാലും വന്നില്ലെങ്കിലും ആ മാതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ രാത്രിയിൽ നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഈ മജ്‌ലിസിൽ നിന്ന് നിങ്ങൾ വിട്ടുപിരിഞ്ഞ് ഇതിൽ നിന്ന് നിങ്ങൾ മടങ്ങിയിട്ട് വീട്ടിലേക്ക് ചെന്നിട്ട് ചെറിയ കുട്ടികളാകട്ടെ, വിദ്യാർത്ഥികളാകട്ടെ, വിദ്യാർത്ഥിനികളാകട്ടെ, ആരുമായി കൊള്ളട്ടെ, അവർ വീട്ടിലേക്ക് ചെന്നിട്ട് ഉമ്മയുടെ കൈയൊന്ന് പിടിക്കുക. എന്നിട്ട് ഉമ്മയോട് പറയുക, ഉമ്മ, ഞാൻ എൻ്റെ ജീവിത കാലയളവിൽ എന്തെങ്കിലും ഒരു തെറ്റ്,
എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെങ്കിലും എന്തെങ്കിലും എന്നിൽ നിന്നൊരു വിഷമം ഉമ്മയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉമ്മ അതെനിക്ക് പൊരുത്തപ്പെട്ടു തരണേ, ഉമ്മ അതെനിക്ക് മാപ്പാക്കണേ ഉമ്മ എന്ന് നാം പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ ഉമ്മാക്ക് ആയുസ്സുമാരോഗ്യം ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഉമ്മാക്ക് രോഗങ്ങളൊന്നും അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. നമുക്കും അല്ലാഹു രോഗങ്ങൾ തരാതിരിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മ, ആ ഉമ്മാക്ക് ഇനിയും ഒരുപാട് നമ്മെ നോക്കിയിട്ട് നമ്മെ പരിചരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി അയക്കാനുള്ള ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ തരാതിരിക്കട്ടെ. അല്ലാഹു തരാതിരിക്കട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ ഉപ്പമാർക്ക്, നമ്മുടെ പിതാക്കന്മാർ റബ്ബ് സുബ്ഹാനഹു വ തആല ആയുസ് നൽകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങൾ റഹ്മാനായ റബ്ബ് അവർക്ക് സ്വാലിഹായ നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ സന്താനങ്ങളാക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഒരുപാട് പരീക്ഷകൾ വരാറുണ്ട്. SSLC, അതുപോലെ തന്നെ +2, ഡിഗ്രി തുടങ്ങിയ പരീക്ഷകൾ, സ്കൂൾ പരീക്ഷകൾ ഒക്കെ, മദ്രസ പരീക്ഷകൾ ഒക്കെ കടന്നു വരാനുണ്ട്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നാം പഠിക്കുന്നത് ഓർക്കാനും ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഓർമ്മശക്തി നമ്മുടെ മക്കൾക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. ബുദ്ധി കൂർമ്മ അല്ലാഹു നൽകുമാറാകട്ടെ. ഇഫ്ള് അല്ലാഹു നൽകുമാറാകട്ടെ. പഠിപ്പിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല എത്തിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു നാം ചെയ്ത ഒരുപാട് തിന്മകൾ നാം അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുണ്ടാകും. റഹ്മാനായ റബ്ബ് അതെല്ലാം പുറത്തു തരട്ടെ. അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹു പുറത്ത് മാപ്പാക്കട്ടെ. അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത് ഇവിടെ ഇനി ചെറിയൊരു ദുആയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ മജ്ലിസിൻ നൂറും അതുപോലെ തന്നെ ദുആയും നടക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ദുആ പെട്ടെന്ന് നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേൽക്കുക. കുറച്ച് സമയമായി നമ്മളിരിക്കുന്ന ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ മാത്രം ഒന്ന് എഴുന്നേൽക്കുക. ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ഒന്ന് എഴുന്നേൽക്കുക. എല്ലാവരും സഹോദരിമാരും ബുദ്ധിമുട്ടില്ലാത്ത ആളുകളൊന്നും എഴുന്നേൽക്കുക. റബ്ബ് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമതഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. രാജസയ്യിദായ തമ്പുരാനെ, മലിക്കുൽ ജബ്ബാറായ നാഥ, റഹ്മാനെ, ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളിൽ ബന്ധപ്പെട്ടവർ ഒരുപാട് ആളുകള്, റഹ്മാനായ നാഥ അല്ലാഹുവേ ആയുസ് നൽകണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ തമ്പുരാനെ, റഹ്മാനായ നാഥ. റഹ്മാനെ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകള് അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ റഹ്മാനെ, റഹ്മാനായ നാഥ. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, റഹ്മാനെ, അപകട മരണത്തിലാക്കല്ല തമ്പുരാനെ, നീ ആക്കല്ല നാഥ. റോഡ് അരികിലാക്കല്ല മരണം
റഹ്മാനെ, തമ്പുരാനെ പോസ്റ്റ്മോർട്ടത്തിലാക്കല്ല റബ്ബേ, കീറി മുറിക്കുന്ന അവസ്ഥ വരുത്തല്ല നാഥ. അല്ലാഹുവേ, പല മാരകമായ രോഗങ്ങൾ പിടിപെടുന്ന കാലമാണല്ലോ. ക്യാൻസർ പോലോത്ത, ട്യൂമർ പോലോത്ത, ഹാർട്ട് അറ്റാക്ക് പോലോത്ത രോഗങ്ങളെ തൊട്ടു നീ കാക്കണേ റബ്ബേ, കാക്കണേ റഹ്മാനെ, കാക്കണേ.